അമ്മേ എപ്പോഴും ആള് ചോദിക്കും കേട്ടാ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി തന്നൂടെ അമ്മയെന്ന്. അപ്പൊ അവൾ ഉദ്ദേശിച്ചത് ബിരിയാണി ആയിരിക്കും. പക്ഷെ തൽക്കാലം ഇവിടെ ബിരിയാണിയുടെ ഇരിപ്പില്ല. അപ്പൊ ഞാൻ കരുതിയേ തക്കാളി ചോറുണ്ടാക്കാന്ന്. ഇതൊരു വെറൈറ്റി ആണല്ലോ. അപ്പത്തേ ഒരടപ്പിൽ തക്കാളി ചോറും പിന്നെ സൈഡായിട്ട് ഞാൻ ചിക്കൻ വറുത്ത് കൊടുക്കാന്ന് കരുതിയിട്ട് അപ്പൊ തലേ ദിവസം നല്ല അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ഒരടപ്പിൽ വറുക്കാനിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ലഞ്ച് തക്കാളി ചോറും ചിക്കൻ വറുത്തതൊക്കെയാണ് കേട്ടാ. അപ്പതേ നമുക്കിനി വെക്കം തന്നെ ആരുടെ ലഞ്ച് സെറ്റാക്കാം. അങ്ങനത്തെ പാത്രത്തിനകത്തോട്ട് നല്ല ചൂട് തക്കാളി ചോറ് വെച്ച് കൊടുക്കാം കേട്ടാ. എനിക്ക് തക്കാളി ചോറിന് പിന്നെ വേറെ സൈഡൊന്നും വേണമെന്നില്ല കേട്ടാ. നല്ല ടേസ്റ്റ് അല്ലേ, ഇത് മാത്രം മാറി കഴിക്കാനായിട്ട്. അപ്പൊ ആലും ഹാപ്പി, ഞാൻ ഡബിൾ ഹാപ്പി. അങ്ങനെ നമുക്കത് ലഞ്ച് ടവൽ വെച്ച് കെട്ടി കൊടുക്കാട്ടെ. ഇനി വേണം എനിക്ക് രണ്ട് വർത്താനം പറയാനായിട്ട്. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ തമാശ രൂപത്തിലിട്ടതാണ്. അതിൽ വന്നിട്ട് ഇതുവരേക്കും കമന്റ് ഇടാത്ത ആൾക്കാർ പോലും വന്നിട്ട് നെഗറ്റീവ് അടിച്ചിട്ടും പോയി. ഇതിന് മാത്രം നെഗറ്റീവ് പറയാൻ അതിൽ എന്തായിരിക്കണത്? ഞാൻ സൗണ്ട് ഒന്ന് മാറ്റി പിടിച്ചതാ. എടോ തമാശയാണോ തമാശ, അത് ആസ്വദിക്കാനുള്ള കഴിവ് വേണോടോ. സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. മനസ്സിലായോടോ? ഇല്ല പിന്നെ ഒരു തമാശയും പറയാൻ സമ്മതിക്കൂല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിയും ചിക്കൻ വറുത്തതും ഒരു വലിയ കാട്ട മണ്ടൻ ഗ്ലാസ് പാൽ ചായയും കുടിക്കണം. ഇപ്പൊ തുടങ്ങും. ഓ കാലത്തെ ചിക്കൻ വറുത്തത് തിന്നി തിന്നി തിന്നി. ഇത് പറയാനായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നലെ ഒരു കമന്റ് ഉണ്ടായി, തീറ്റ മാത്രം ഉള്ളല്ലേ എന്ന്. അതെ, തീറ്റ മാത്രമേ ഉള്ളു. തിന്നാൻ വേണ്ടിയിട്ടാണ് ജീവിക്കണത്. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താ വായുവാണ് ഭക്ഷിക്കണത്? അല്ല പിന്നെ തിന്നണ്ടേ മനുഷ്യന്? ഈ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ വന്ന് നെഗറ്റീവ് പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടാ നിങ്ങൾക്ക്? വല്ല കുരിശും വരച്ച് കൊന്തയും എത്തിച്ച് വീട്ടിലിരുന്നാ പോരേ? ഹാവൂ, ഇതൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിന് എന്തൊരാശ്വാസം. കോഴിയുടെ വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. ആ കണ്ട കണ്ട, ഇതാണ് കാരണവന്മാര് പറയണ കേൾക്കണമെന്ന് പറയണത്. മൂത്തവർ ചെല്ലി മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും. കണ്ട എന്റെ മിക്കി കണ്ട ചപ്പാത്തി കടിച്ച് പറിച്ച് തിന്നണത്. അപ്പൊ അത്ര ഉള്ളു കേട്ടാ.